മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ ഷാജൻ സ്കറിയയെ അതിനാടകീയമായാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഷർട്ട് പോലും ഇടാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ഷാജന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും തനിക്കെതിരെ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികാരമാണെന്ന് ഷാജൻ ആരോപിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയാണ് അതിന് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടും. വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമെതിരെ അധിക്ഷേപകരമായ വീഡിയോകൾ ചെയ്തും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളിലൂടെയും കുപ്രസിദ്ധി ആർജിച്ച ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഒടുവിലുണ്ടായ അറസ്റ്റ് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. ഷാജന്റെ അറസ്റ്റും ജാമ്യവും ഒരു സർക്കാർ സ്പോൺസർഡ് പരിപാടിയാണെന്ന വിമർശനവുമായി നിലമ്പൂർ മുൻ MLA PV അൻവറും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഷാജനെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കുന്നത്. അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്ന് മുൻപും ഷാജൻ സ്കറിയ വിമർശനങ്ങൾക്ക് വിധേയമാകുകയും അറസ്റ്റിന് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഷാജൻ സ്കറിയക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്? ആരാണ് ഷാജനെതിരെ പരാതി നൽകിയിരിക്കുന്നത്? ഷാജനെതിരെ ഉണ്ടായ നിയമ നടപടികൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. വിദേശ മലയാളിയും വ്യവസായിയുമായ ഗാന വിജയൻ നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിന്റെയും വെബ്സൈറ്റിന്റെയും ഉടമയായ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യുന്നത്. UAE-യിൽ വ്യവസായിയായ ഗാനയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ മോശം ഭാഷ ഉപയോഗിച്ച് 2024-ൽ ഷാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഗാന വിജയൻ ഹണി ട്രാപ്പ് നടത്തിയെന്നും പണം തട്ടാൻ കൂട്ടുനിന്നെന്നും വീഡിയോയിൽ ആരോപണമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗാന സംസ്ഥാന പോലീസ് മേധാവിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും മാസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ വഴി പരാതി നൽകി. പിന്നീട് വഞ്ചിയൂരിലെ ACJM കോടതിയിൽ നേരിട്ട് ഹാജരായി രഹസ്യമൊഴി നൽകി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷാജനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, IT നിയമത്തിലെ 120-ാം വകുപ്പ് എന്നിവ ഉൾപ്പെടുത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് രാത്രി 12 മണിയോടെ ജസ്റ്റിസ് ശ്വേത ശശികുമാറിന്റെ വസതിയിൽ ഹാജരാക്കി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. അറസ്റ്റിനിടെ തനിക്കെതിരെ നടക്കുന്നത് പിണറായി പോലീസിന്റെ വേട്ടയാണെന്നും തന്നെ ഷർട്ട് ഇടാൻ പോലും അനുവദിച്ചില്ലെന്നും ഷാജൻ ആരോപിച്ചിരുന്നു. മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോന്നു. അനുവദിക്കുന്നില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്ദ്രകട്ടെ. നേരത്തെ മതവിദ്വേഷം പടർത്തിയ കേസിലും PV ശ്രീനിജൻ MLA-ക്കെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിലും ഇതേ ഷാജൻ നടപടി നേരിട്ടിരുന്നു. പോലീസ് സേനയുടെ വയർലെസ് ചോർത്തിയെന്ന പരാതിയിലും ഷാജനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ ആയിരുന്നു അന്ന് ഷാജനെതിരെ പരാതി നൽകിയത്. അതേസമയം ഷാജന്റെ അറസ്റ്റ് ഒരു നാടകമാണെന്ന ആരോപണവുമായി PV അൻവർ രംഗത്തെത്തി. ഷാജൻ സ്കറിയയെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനാണെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. ഏതു നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഷാജൻ. തിരുവനന്തപുരം ടൗണിലൂടെ രാവിലെയും വൈകുന്നേരവും റോഡിലൂടെ നടന്നു പോകുന്ന ആളുമാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരു കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന രീതിയിൽ നാടകം നന്നായി സംവിധാനിച്ചിട്ടുണ്ട് സർക്കാർ. നാടക കമ്പനിയായ KPAC അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ആഭ്യന്തര വകുപ്പെന്നും PV അൻവർ പരിഹസിച്ചു. ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം ലഭിക്കണമെന്ന നിർബന്ധ ബുദ്ധി സർക്കാരിനുണ്ടായിരുന്നുവെന്നും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പാലിക്കേണ്ട നിയമവശങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റായിരുന്നു ഇതെന്നും അൻവർ ആരോപിക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പരസ്പരം അകറ്റിയ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിരുന്നു ഷാജന്റെ യൂട്യൂബ് ചാനലെന്നും ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ വൈരുദ്ധ്യം വളർത്താൻ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ചാരനായി മാത്രമേ ഷാജൻ സ്കറിയയെ വിശേഷിപ്പിക്കാനാവൂ എന്നും PV അൻവർ ആരോപിക്കുന്നുണ്ട്. അൻവറിന്റെ വാദമുഖങ്ങൾ എന്തു തന്നെ ആയാലും പോലീസിന്റെ നടപടി ഷാജന് നൽകുന്ന മൈലേജ് ചില്ലറയല്ല. ഭരണകൂട ഭീകരതയുടെ ഇരയാണ് താനെന്ന് സ്ഥാപിക്കാൻ ആരുടെയും സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നതെല്ലാം സത്യം മാത്രമാണെന്ന് അവകാശപ്പെടുന്ന ഷാജന് പ്രയാസമുണ്ടാകില്ല. തന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനുള്ള ഒരു കണ്ടന്റായി കേരള പോലീസിന്റെ ഈ അതിവേഗ നിയമ നടപടിയെ അയാൾ മാറ്റിയേക്കാം. സ്വയം ഒരു രക്തസാക്ഷിയായി അവതരിപ്പിക്കാനുള്ള ഷാജൻ സ്കറിയയുടെ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നതായി പോയി പോലീസിന്റെ നീക്കമെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്.